C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താടാ നിനക്ക് ജയലാലിന്റെ വീട്ടിൽ ഒരു ഇടപാട്? പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്തിനാ നീ ആ വീട്ടിൽ പോകുന്നത്? അത് ജയലാലിന്റെ വീടാണെന്ന് അറിഞ്ഞിട്ട് പോയതൊന്നുമല്ല. അവിടെ ചെന്നപ്പോഴാ അത് ജയലാലിന്റെ വീടാണെന്ന് അറിഞ്ഞത്. അവിടെ പിന്നെ നീ എന്തിനാ പോയത്? അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ കൊച്ചിന് എനിക്കിഷ്ടമാണ്. ഓ, കല്യാണാലോചനയായിട്ട് പോയതാണോ? നിനക്ക് പറ്റിയ ഇഷ്ടം പോലെ പെൺകുട്ടികൾ ഈ ലോകത്തുണ്ടല്ലോ. പിന്നെ അവിടേക്ക് മാത്രം തെരഞ്ഞു പിടിച്ചു പോകേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞല്ലോ, അത് ജയലാലിന്റെ പെങ്ങളാണെന്നൊന്നും ഞാൻ അറിയാതെയാ പോയത്. എടാ, നിന്റെ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. നീ ജീവിതത്തിൽ ഒരുപാട് കണ്ണീർ കുടിപ്പിച്ചതാ നീയുടെ ചേച്ചിയെ. ഒരു തെറ്റും ചെയ്യാത്ത ആ പെങ്കൊച്ച് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയാവുന്നവനാ ഞാൻ. ഇന്നും അത് മാറിയിട്ടില്ല. അന്നുണ്ടായ ആ പരുക്ക് അതേപോലെ തന്നെ നിലനിൽക്കുക. അതിനിടയ്ക്ക് ഇത്തിരി ആശ്വാസം കിട്ടിയത് ജയലാൽ ആ പെങ്കൊച്ചിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ മാത്രമാ. ഇനി ആ താലി അറുക്കുന്ന പ്രവൃത്തികൾ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായ നിന്റെ കഴുത്ത് ഞാൻ അറക്കും. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആരോടും വഴക്കിന് പോയിട്ടില്ല. ആരെയും തല്ലാനും കൊല്ലാനും പോയിട്ടില്ല. എന്തിനാടാ നീ സൽസ്വഭാവിയാവുന്നത്? പഴയതുപോലെ തല്ലാനും കൊല്ലാനും നടക്ക്. അപ്പോഴല്ലേ നീ പെട്ടെന്ന് ചാവത്തുള്ളൂ. ജഗനോട് ഏറ്റുമുട്ടാനുള്ള കരുത്തൊന്നും എനിക്കില്ല. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം. ഇതുകൂടെ നീ മനസ്സിൽ വെച്ചോ. നീ കാരണം ദീപ എന്ന പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ നീ കരയേണ്ടി വരും. ഞാനായിട്ട് ദീപയെ കരയിക്കില്ല. ഓടാ പുല്ലേ. അവളെ അവളുടെ അമ്മയെ അനിയത്തിയൊക്കെ കരയിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല. പഴയതുപോലെ അമ്മയുടെ കയ്യിൽ കാശൊന്നും ഇല്ലാത്തോണ്ടാ. അല്ലാതെ അമ്മ മോനെ കണ്ടില്ലാന്ന് നടിക്കുന്നതല്ല. നേരത്തെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മ ഉണ്ടാക്കി വെക്കുമായിരുന്നു. അതുപോലെ ഞാൻ പോകുമ്പോ തന്നുവിടാറുമുണ്ട്. കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ ഒരുപാട് ഐറ്റംസ്. ഇപ്പോഴൊന്നുമില്ല. മടങ്ങി വന്നു കഴിഞ്ഞപ്പോ അമ്മ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് പോലും എനിക്ക് സംശയം. അമ്മയേക്കാൾ കൂടുതൽ മോന്റെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും തമ്മിൽ രണ്ടായിട്ട് താമസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അച്ഛൻ എത്ര ദൂർത്തടിച്ച് കളയുന്ന ആളാണെന്ന് പറഞ്ഞാലും അവിടെ ചെല്ലുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചേക്കും. അച്ഛനൊപ്പം നിന്നിട്ട് എന്റെ മക്കൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങൾ അമ്മയുടെ കൺമുന്നിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ കരയാതെ അമ്മ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷേ എന്റെ മക്കൾ എന്നെ തള്ളി പറയുമ്പോ എന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോവും. ദീപയോടിട്ട് കഷ്ടപ്പെടുത്തിയതിന് ശേഷമാണല്ലോ ഞാൻ കാലുവഴുതി വീണതും എന്റെ കുഴ തെറ്റിയതും. അതുകൊണ്ട് ഞാനത് വെറുതെ വിട്ടെന്നേ ഉള്ളൂ. അത് മാത്രമല്ല കാരണം, മറ്റെന്തോ ഉണ്ട്. എന്താ ചേച്ചി? ഞാൻ ഇങ്ങരുടെ മാറ്റത്തെ കുറിച്ച് ചോദിക്കുമായിരുന്നു. ഇങ്ങേരിപ്പോ അവളെ എന്ത് കുറ്റം പറഞ്ഞാലും നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. അതിന് കാരണമുണ്ട് ചേച്ചി. അവളുടെ അനിയത്തി ആ പ്രദേശത്തെ ഏറ്റവും വലിയ ഗുണ്ടയുടെ കാമുകിയ. അന്നൊരു ദിവസം കല്യാണത്തിന്റെ അന്ന് കാർത്തിയും കൊണ്ട് വന്നില്ലേ, ബുള്ളറ്റ് ജഗനെന്ന് അവന്റെ പേര്. അവൻ ഇവളുടെ അനിയത്തിയുടെ കാമുകനാ. ഈ ബുള്ളറ്റ് ജഗനെ മോള് കണ്ടായിരുന്നോ? ഞാൻ ബുള്ളറ്റ് ജഗനെ കണ്ടിട്ടില്ല. പക്ഷെ കാർത്തി എന്നോട് കാര്യം പറഞ്ഞു. സത്യം പറ മനുഷ്യ, ഈ പറയുന്ന ബുള്ളറ്റ് ജഗൻ നിങ്ങളെ വരട്ടിയില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ഈ ഭയക്കുന്നത്? ഈശ്വരനെ. എന്താ? ദൈവത്തിന് എനിക്ക് ഭയമാന്ന്. കാല് വഴിക്ക് വീണ് കൈയുടെ കുഴ തിരിഞ്ഞില്ലേ, അത് ദൈവനിശ്ചയാണെന്നാ ഇങ്ങനെ പറയുന്നത്. അവൾക്ക് ദൈവം നിന്ന കാണിക്കാം. പിന്നെ അത് പറയുന്നവർക്കാണോ ദൈവശിക്ഷ കിട്ടുന്നത്? അതെ, പറയുന്നതിൽ കഴമ്പില്ലെന്ന് തോന്നിയാ ദൈവം ശിക്ഷിക്കും. ഓ, അടുത്ത വേഷം വന്നു. അങ്ങനെ അവളെ പറഞ്ഞിട്ട് ഞങ്ങളെ ശിക്ഷിക്കുന്നെങ്കിൽ അങ്ങ് ശിക്ഷിച്ചോട്ടെ. ഒരുത്തം മാറിയ മാറ്റം കണ്ടോ? അതുപോലൊക്കെ തന്നെ ആയിരിക്കും നിന്റെയൊക്കെ അനുഭവം. മോളെ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇനി നിന്റെ മുമ്പിൽ ഒരുപാട് ജീവിതം ബാക്കിയുണ്ട്. അതിൽ കൂടുതലും കുടുംബജീവിതമാണ്. അത് നന്നായി പോകണമെങ്കിൽ പാവങ്ങളുടെ പ്രാക്ക് പിടിച്ചു പറ്റാതെ മുന്നോട്ട് പോകണം. അവള് ഞങ്ങളെ പ്രാഗിക്കോട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് തകർച്ച ഉണ്ടായാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ആ ഒഴിഞ്ഞാട്ട കരി ഇവിടുന്ന് ആള് കുറച്ച് തീപ്പൊരിയ, നിന്നെ പോലെയൊക്കെ തന്നെ.
എങ്കിലും അവൾ എനിക്കൊപ്പം ചേർന്നാ കൊള്ളാന്ന് എനിക്ക് തോന്നി. എന്നിട്ട് അവളെ ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോഴ് സസ്പെൻസ് പൊളിഞ്ഞത്. എന്നുവെച്ചാ ഇടി മോളെ, ഞാൻ കണ്ടിഷ്ടപ്പെട്ട ചാരുലത എന്ന പെൺകുട്ടി ജയലാലിന്റെ പെങ്ങള, ഇളയ പെങ്ങള്. അവളോ? ആ, അവർക്കൊന്നും എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. ജയലാലിന്റെ പെങ്ങളായതുകൊണ്ട് ബന്ധം തീർന്നെന്നാ കരുതിയത്. എന്നാൽ ചാരുലത എന്നെ വിളിച്ചു. അവൾക്ക് എന്നോട് താല്പര്യക്കുറവൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ പെങ്ങളെ നീ കല്യാണം കഴിക്കാൻ പോവാണോ? കല്യാണത്തെ പറ്റിയൊന്നും അവള് വിട്ടു പറഞ്ഞിട്ടില്ല. എങ്കിലും എന്നോട് വെറുപ്പില്ല എന്ന് അവൾ അറിയിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ചാൻസ് ആണല്ലോ. അതെ, എനിക്ക് നല്ല കാശുള്ള വീട്ടിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ കിട്ടും. എങ്കിലും ആ ജഗൻ എന്ന് പറയുന്ന ഗുണ്ടയെ വെച്ച് എന്നെ എന്റെ അച്ഛനെയും തളച്ച ആ ഭാഗ്യത്തിനോടും അവളുടെ മകളോടുമുള്ള പ്രതികാരം തീർക്കാൻ കിട്ടുന്ന ഒരവസരം പോലും ഞാൻ വെറുതെ കളയില്ല. അവക്ക് നിന്നോട് വെറുപ്പില്ലാന്ന് പറഞ്ഞെങ്കിലും നിങ്ങളുടെ കല്യാണമൊക്കെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാ കാർത്തി. ജയിൽ പുള്ളിയായ അവളുടെ അമ്മ അതിനൊരിക്കലും സമ്മതിക്കില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജയലാലിന്റെ അമ്മയ്ക്ക് സ്വത്തിനോടും പണത്തിനോടും ഒക്കെ വലിയ ആർത്തിയുള്ള കൂട്ടത്തിലാണ്. എന്റെ വീട്ടിലേക്കൊന്ന് വന്നിട്ട് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുമ്പോ ചിലപ്പോ അവര് ഈ വിവാഹത്തിന് സമ്മതിച്ചൊന്നു വരും. ഇപ്പൊ തന്നെ മോളോട് ഞാൻ ജയലാലിന്റെ വീട്ടിലേക്ക് പോവണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ അമ്മ വരുന്നവരെ പിടിച്ചു നിൽക്കാന്ന് മോള് പറഞ്ഞു. അത് വേറൊന്നും കൊണ്ടല്ലോ ലാലേട്ടാ. ലാലേട്ടനൊപ്പം ജീവിച്ച് ചേച്ചിക്ക് മതിയായിട്ടില്ല. ഞാനും കുട്ടികളുടെ അച്ഛനും എങ്ങനെയായിരുന്നു എന്ന് ദീപ മോനോട് പറഞ്ഞു കാണും. മോള് പറഞ്ഞതിനപ്പുറം പലതും എനിക്ക് പറയാനുണ്ട്. ഒരു ദിവസം ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ കഴിയാൻ കഴിഞ്ഞാൽ അത് തന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. ഇത്രയും ദിവസം എന്റെ മോൾക്ക് അവൾ അർഹിക്കുന്നതിനേക്കാൾ സ്നേഹ ജയലാല് കൊടുത്തത്. അതുകൊണ്ടാ ജയലാലിനെ വിട്ടുപോരാൻ മോൾക്ക് എത്ര വിഷമം. എന്റെ വീട് ഈ സ്ഥലവുമായിട്ട് 10-40 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഞാൻ ഷോറൂമിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് സാധാരണ അവധി ദിവസങ്ങളിലാണ് വീട്ടിലേക്ക് പോവാറ്. പിന്നെ ദീപയെ കല്യാണം കഴിച്ചതിന് ശേഷം എല്ലാ ദിവസവും വീട്ടിലേക്ക് പോകുന്നത്. അത് വീട്ടിൽ ഞാനില്ലെങ്കിൽ അയാളുടെ നില പരുങ്ങലായതുകൊണ്ട് മാത്രമാണ്. എന്നാ അമ്മ വന്ന ശേഷം ദീപ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ ഞാൻ പഴയ പോലെ മിക്ക ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവും. മറ്റുള്ളവരൊക്കെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ തമ്മിൽ പ്രേമത്തില, അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്ക്. അങ്ങനെ തെറ്റിക്കണമെങ്കിലും അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പറഞ്ഞാലും അവളത് വിശ്വസിക്കത്തുമില്ല. പിന്നെ പറയേണ്ടത് ജഗേട്ടനോടാ. അവിടെയും എന്റെ വാക്കുകൾക്ക് പ്രസക്തിയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്തിനാ പാവപ്പെട്ട ദീപ ചേച്ചിയുടെ ജീവിതം കുളവാക്കാൻ വേണ്ടി ആ ജയലാലേട്ടന്റെ വീട്ടിലേക്ക് പോയത്? അവിടെ ചിലരൊക്കെ കഥകൾ അറിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ ആ കഥകൾ ഉണ്ടാക്കിയത് ഞാനാണല്ലോ. അപ്പോ എന്നെ പോലെ നടന്ന സംഭവങ്ങൾ വിശദീകരിക്കാൻ മറ്റാർക്കും പറ്റില്ല. പ്രേമേട്ടനെ ശരിക്ക് വരട്ടിയില്ലേ? അവൻ അങ്ങനെ പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും മൊത്തത്തില് കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി, ദീപയെ അവിടുന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു നിന്ന ആള് പെട്ടെന്ന് മാറാനുള്ള കാരണം നിങ്ങളാണെന്ന്. വേദന ഒരുപാട് സഹിച്ചവളാ ഞാൻ. ഇപ്പൊ എനിക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല, അനാഥയ. ഏതാണ്ട് ജഗേട്ടനെ പോലെ തന്നെയാ. പിന്നെ എന്റെ കൈ പിടിച്ച് തിരിച്ചാ ആ വേദന കടിച്ചമർത്താനുള്ള കഴിവൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. ഞാൻ നിന്നോട് അപേക്ഷിക്കുക, ദയവ് ചെയ്ത് ദീപയും ദിയയും നീ വെറുതെ വിടണം. ഞാൻ വെറുതെ വിട്ട ദീപയുടെ ലൈഫ് നന്നായിട്ട് പോവോ? ഒരാളിപ്പോ ജയിലിൽ നിന്ന് വരും. അതുവരെ അവക്കവിടെ നിൽക്കാൻ പറ്റും. അതിനു മുൻപ് അവൾ അവിടുന്ന് പുറത്തു ചാടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മൂത്ത മരുമകളുടെ തലക്കടിച്ച അമ്മായിയമ്മ അവളുടെ തല വെട്ടി പിളർക്കും. അവളെ കൊന്നിട്ട് ജയിലിൽ പോവും. അങ്ങനെ കൊല്ലാൻ ദീപ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്ന നിനക്കാ. അവള് പാവ, ആ വീട്ടിലെ ഏറ്റവും പാവം. എന്നാൽ അവക്കൊരു അബദ്ധം പറ്റി. അത് അവളുടെ തെറ്റല്ല, ദൈവത്തിന്റെ നോട്ടപ്പിശുക. എടാ, അവളെ തിരികെ കൊണ്ടിട്ട് ആർക്കാ നഷ്ടം? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് എല്ലാരോടും ഒന്നിച്ചു നിൽക്കുക. അവനെ കണ്ടായിരുന്നോ? വായില് വേറെ പറഞ്ഞേ, ജയലാലിനെ. കണ്ടു. മുഖത്ത് നോക്കി പറയാനുള്ളത് പറയുകയും ചെയ്തു.
ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. അവനെ ഒരു തന്ത്രശാലിയായ ചെറുപ്പക്കാരനാ. സ്വന്തം അമ്മയുടെ പേര് പറഞ്ഞിട്ട് അവൻ സാവകാശം ദീപയെ ഒഴിവാക്കാനാ നോക്കുന്നത്. എനിക്കും അങ്ങനെ തോന്നി. എന്നിട്ട് എല്ലാരും കൂടെ അവന്റെ പക്ഷത്ത് നിൽക്കുക. മോനെ, നിന്റെ പെങ്ങൾക്കുണ്ടായ അനുഭവം പക്കാ ക്രിമിനലായ ജയലാലിന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അവനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ മാർഗേ മുന്നിലുള്ളൂ, ഒഴിവാക്കുക. ദീപയെ ഒഴിവാക്കിയിട്ട് അമ്മയുടെ പ്രീതി സമ്പാദിക്കുക. അതിനെ അവനിപ്പോ തുടക്കോട്ടതാ. ഇപ്പൊ ദീപയെ അവിടെ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് ഇടയ്ക്കും മുറയ്ക്കും അവളെ അവിടെ വന്ന് കാണും, അവന്റെ അമ്മ അറിയാതെ. പിന്നെ വരവും കുറയും. ചുരുക്കി പറഞ്ഞ കൊടുത്ത 101 പവനും 10-25 ലക്ഷം രൂപയും പോയത് മാത്രം മിച്ചം. അയാളങ്ങനെ ക്രൂക്കഡായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എന്നാ എന്റെ അമ്മയുൾപ്പെടെ എല്ലാവരും അയാളെ കാണുന്നത് ദൈവത്തെ പോലെയാ. മരുമാനെ കുറിച്ച് പറയുമ്പോ അമ്മയുടെ മുഖത്ത് സന്തോഷമൊക്കെ ഒന്ന് കാണണം. അവള് തന്നെയാ അവളുടെ പെമ്മക്കളുടെ ജീവിതം നശിപ്പിക്കുന്നത്. അത് പക്ഷെ ഒരിക്കലും അവൾ അംഗീകരിച്ചു തരില്ല. കിട്ടിയ 101 പവന് 25 ലക്ഷം സ്വന്തമാക്കിയിട്ട് ദീപയെ തള്ളിക്കളയാനാണ് ജയലാലിന്റെ ഭാവവും. മോനെ, അവനെ നമുക്ക് കോടതി കയറ്റണം. പക്ഷേ അതിന് നിന്റെ അമ്മയും പെങ്ങളും എനിക്കൊപ്പം നിൽക്കണമെന്ന് മാത്രം. സ്നേഹം കൊണ്ട് എല്ലാരും കീഴ്പ്പെടുത്തുന്നവരത്തിനെതിരെ അവരൊക്കെ നിൽക്കുമെന്ന് കണ്ടറിയണം. എന്നെക്കാൾ സ്നേഹമാ ഇപ്പൊ അമ്മയ്ക്ക് അവനോട്. നിനക്കും അങ്ങനെ തോന്നി തുടങ്ങിയല്ലേ മോനെ? ഇത് തന്നെയായിരുന്നു അച്ഛന്റെയും പ്രശ്നം. വീട്ടിലെത്തുന്ന ഭർത്താവിനോടല്ല, കൂടെ ജോലി ചെയ്യുന്നവരോട്, അയൽക്കാരോട്, പിന്നെ ആ ഡോക്ടർ ഇക്ബാൽ എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടല്ലോ, അവരോടൊക്കെയാണ് ഇവളുടെ ടെൻഷൻ പങ്കുവച്ചിരുന്നത്. അമ്മമാര് മക്കളെ വളർത്തുന്നത് അവരുടെ ഭാവി ഇല്ലാതാക്കാനാണോ, അതോ അവര് നന്നായി കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണാനാണോ? നമ്മുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആൺമക്കളുടെ ജീവിതമൊന്നും അമ്മയ്ക്കൊരു പ്രശ്നമല്ല. അമ്മ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നുമില്ല. ആൺമക്കളുടെ ജീവിതകാലം മുഴുവൻ അമ്മയെ മാത്രം സ്നേഹിക്കണം. അവരെ വിശ്വസിച്ച് അവരോടൊപ്പം വന്ന പെൺകുട്ടികളെ തള്ളിക്കളഞ്ഞിട്ട് അമ്മയെ ചേർത്ത് നിർത്തണം. അമ്മയെ ചേർത്ത് നിർത്താൻ നമ്മൾ തയ്യാറാണല്ലോ ജയ. കൂടെ ഭാര്യയ്ക്ക് വീടിനകത്ത് ഒരു ഇത്തിരിയെങ്കിലും സ്ഥാനം കൊടുക്കണ്ടേ? ഇനി ഒട്ടും സ്ഥാനം കൊടുക്കില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ദീപയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ. ഇവിടെ എങ്ങനെ എടുത്തി കൊണ്ടുവന്ന് നിർത്തുന്നത്? ഇത് എന്റെ വീടാ. എനിക്കും എന്റെ അമ്മയ്ക്കും ഹരിയേട്ടനും ദീപ ഇവിടെ വന്ന് നിൽക്കുന്നതിലോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടാ മതി. ഇവിടെ ദീപയെ കൊണ്ടുവന്ന് നിർത്തുന്നത് ഏട്ടനും ഏട്ടത്തെയും കൂടി അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് അമ്മ വിധി എഴുതും. അങ്ങനെ വിധി എഴുതുന്നെങ്കിൽ എഴുതിക്കോട്ടെ. ഞങ്ങളെ തള്ളിക്കളഞ്ഞതല്ലേ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അമ്മ എന്തിനാ നോക്കുന്നേ? അതെ ജയ, കുറച്ചെങ്കിലും നമ്മൾ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണ്ടേ? ഞാൻ ദീപയോടൊന്ന് സംസാരിക്കാം. അവള് സ്വന്തം വീട്ടിലേക്ക് പോവാന്നാ പറയുന്നേ. ഇതൊക്കെ കാണുമ്പോ നിങ്ങളുടെ അമ്മ ജയിലിൽ തന്നെ കിടന്നാ മതി എന്ന് തോന്നുക. കൂടെ കിടക്കുന്ന ജയിൽ പുള്ളികൾക്ക് പോലും കാണും ഇതിനേക്കാൾ മനുഷ്യത്വം. അവര് മക്കളുടെ ജീവിതം ഇങ്ങനെ ഒരു കാരണവശാലും നശിപ്പിക്കില്ല. നമ്മുടെ അളിയൻ പ്രേമൻ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരുത്തൻ അല്ലാതായി പോയല്ലോ ഏട്ടാ. അവന് ഒന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. നീ ബന്ധം പിരിഞ്ഞ് എന്നും കറവ പശുവായിട്ട് നിൽക്കണമെന്ന അവന്റെ ഭാര്യയുടെ ആഗ്രഹം. നിന്റെ അമ്മയും ഏറെക്കുറെ അങ്ങനെ തന്നെയാ ചിന്തിക്കുന്നത്. ഇളയ മോളുടെ കല്യാണം ഗംഭീരമായി നടത്തണം, എന്നിട്ട് നിന്റെ ചെലവിൽ ഈ ജന്മം മുഴുവൻ ജീവിക്കണം. എല്ലാവർക്കും ഞാൻ ചെലവിന് കൊടുക്കാൻ ഏട്ടത്തി. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നോക്കാം. പക്ഷെ അതിനിടയ്ക്ക് എനിക്കൊരു ജീവിതം ഉണ്ടെന്ന് അവർക്കൊന്ന് ചിന്തിച്ചൂടെ? എന്നെ എന്റെ ഭാര്യയും ജീവിക്കാനൊന്ന് അനുവദിച്ചൂടെ? മനസ്സ് മരവിച്ചുപോയി. കല്യാണം വേണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് വിളിച്ചോണ്ട് വരണ്ടായിരുന്നു. പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ടെന്താ? എന്ത് പൂജയും വഴിപാട് വേണമെങ്കിലും ഞാൻ നടത്താം. അമ്മയുടെ മനസ്സൊന്ന് മാറ്റിയാ മതി. അമ്മ തന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചാ മതി. അതന്നെ എന്റെയും പ്രാർത്ഥന. പക്ഷെ ഇതിനു മുൻപ് ലാലേട്ടനും ഏട്ടനും ഏട്ടത്തിയും ഒക്കെ ഒരുപാട് പ്രാർത്ഥിച്ചല്ലേ, എന്നിട്ട് അമ്മയുടെ മനസ്സ് മാറിയോ? നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം ലാലേട്ടാ.
അത് ഞാൻ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും എനിക്ക് വീട്ടിൽ നിന്ന് പോകേണ്ടി വരും. പിന്നീട് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും മരപറ്റിയെ കാണാൻ പറ്റും. സാരല്ല, ഈ താലിയുണ്ടല്ലോ എന്റെ കഴുത്തില്. സങ്കടം വരുമ്പോ അത് നോക്കി ആശ്വസിച്ചോളാം ഞാൻ. എന്താ മോളെ? നാളെ ഞാൻ ഇവിടുന്ന് പോവും. പോകണ്ടെന്ന് പറയാൻ അച്ഛന് വയ്യ മോളെ. എല്ലാം അറിഞ്ഞിട്ടും ആരോടും ഒന്നും പ്രതികരിക്കാതെ വരികയാണ് രാഗം. ഞാൻ ജയിലിലേക്ക് ചെല്ലാത്തതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യും. എന്നാലും മുമ്പിൽ പോയി നിൽക്കാൻ ഒരുതരം പേടി. എന്നുവെച്ചാൽ എനിക്കെല്ലാം അറിയാമെന്ന് ഒരു കോമാളിയും അവന്റെ ഭാര്യയും അവളെ അറിയിച്ചു കാണുമല്ലോ. പിന്നെങ്ങനെയാ മുമ്പിൽ പോയി നിൽക്കുന്നേ? ആരോടും ഒന്നും സംസാരിച്ചില്ലെങ്കിലും എന്നോട് സംസാരിച്ചെന്ന് വരും. എല്ലാവരോടുമുള്ള ദേഷ്യം എന്നോട് തീർത്തെന്നും വരും. എന്തായാലും വീട്ടിൽ അവള് വരുമ്പോ മുമ്പിൽ പോയി വിറച്ചോണ്ട് നിൽക്കണം. പിന്നെ അതിനു മുമ്പ് ജയിലിൽ പോയി നിൽക്കേണ്ട കാര്യം എന്തുവാ? കുറച്ചുനാള് നന്നായിട്ട് സന്തോഷിച്ചു അല്ലേ? പ്രേമൻ സത്യങ്ങൾ തിരിച്ചറിയുന്നതുവരെ. മോള് വിഷമിക്കണ്ട. ജയൻ എങ്ങനെ മോളെ വിട്ടുകളയത്തൊന്നുമില്ല. നഷ്ടം സംഭവിക്കാൻ പോകുന്നത് അവൾക്ക് തന്നെ ആയിരിക്കും. അവൾ മറ്റുള്ളവരുടെ സങ്കടം അറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ. പൂജയുടെ തല പൊട്ടിയാലെന്താ? അവക്ക് ഹരിയുടെ കൂടെ വേറെ താമസിക്കാൻ കഴിഞ്ഞില്ലേ? ഇപ്പൊ അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടല്ലോ. അതുപോലെ രാഗത്തിന്റെ സ്വഭാവം കൊണ്ട് തന്നെ അവൾക്ക് അവിടെ ഇളയ മകനെ നഷ്ടപ്പെടും. അതിനുള്ള പുറപ്പാടിനാ ഈ വീട്ടിലെ അധികപ്പറ്റായ അമ്മ. ഞാൻ കാരണം വീട്ടിനകത്ത് വഴക്കൊന്നും വേണ്ട. ഹേമേച്ചിയും ചാരുവും ഒക്കെ മോശമായിട്ട് പെരുമാറിയപ്പോ തന്നെ ഞാൻ ഇവിടുന്ന് പോകേണ്ടതായിരുന്നു. പിന്നെ ലാലേട്ടന്റെ നിർബന്ധം കൊണ്ട് പോവാതിരുന്നത്. അമ്മയാണെങ്കിൽ ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ ചെന്ന് നിൽക്കാൻ. മോൾ അവിടെ പോയി നിൽക്കുന്നത് മോളുടെ അമ്മയ്ക്കും അനിയത്തിക്കും ഒരു ഭാരവുമല്ലെന്ന് എനിക്കറിയാം. പിന്നെ പെമ്മക്കൾ വിവാഹം കഴിഞ്ഞ ശേഷം സ്വന്തം വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരെക്കാളും ദണ്ണം ബന്ധുക്കൾക്കും അയൽക്കാർക്കും ഒക്കെ ആയിരിക്കും. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ടാ പലരും പെൺമക്കളെ സ്വന്തം വീട്ടിൽ നിർത്താത്തത്. എന്നാലേ അതുപോലൊരു അമ്മയല്ല മോളുടെ അമ്മ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചിലപ്പോ എന്നെ എന്റെ അമ്മയൊക്കെ കാണാനായിട്ട് അങ്ങോട്ട് വരുമായിരിക്കും ലാലേട്ടന്റെ അമ്മ. അങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം? മോളുടെ അമ്മ ആരാന്നൊക്കെ ലാലും ഡോക്ടർ ഇക്ബാലും ഒക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ കുറെയൊക്കെ എനിക്കും അറിയാം. അങ്ങോട്ട് കയറി വന്ന് അവള് സാമർത്ഥ്യം കാണിച്ചാൽ അതിനപ്പുറത്തെ സാമർത്ഥ്യം മോളുടെ അമ്മ ചിലപ്പോ കാണിച്ചെന്നിരിക്കും. അതങ്ങനെ തന്നെ വേണമല്ലോ. ഇവിടെ ആരും കള്ളത്തരം ഒന്നും ചെയ്തിട്ടില്ല. മോളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാ ജയലാല് മോളെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് അവളോട് തീർത്താ തീരാത്ത ദേഷ്യമുണ്ട്. ഞങ്ങളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് അത് മുടക്കാൻ വേണ്ടി കാത്തേക്കാളും കൂടുതൽ പരിശ്രമിച്ചത് അവൾ ഒറ്റ ഒരുത്തിയാ. അതിന് വ്യക്തമായ റീസൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ജയലാലെ. എന്തൊക്കെ റീസൺ ഉണ്ടായാലും ദീപയും ഞാനും ഒക്കെ നിരപരാധികളല്ലടോ. ആരോടാണ് രജനിക്ക് ഇത്ര ദേഷ്യം? ഞാനതിനൊരു സൂചന തന്നല്ലോ. അവിടെ പ്രതി ദീപയുടെ അമ്മയാ. കൂടുതലൊന്നും ചോദിക്കരുത്. അതേപ്പറ്റി ഇനി ദീപയോട് ഡിസ്കസ് ചെയ്യാനും നിൽക്കണ്ട. ദീപയുമായി സംസാരിക്കാൻ കഴിയാത്തതിലും ആ കുട്ടിയെ കാണാൻ കഴിയാത്തതിലും എനിക്ക് തീർത്താൽ തീരാത്ത വേദനയുണ്ട്. ആ ഭാരം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോഴാ ദിയയുടെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ തുലാസിൽ നിൽക്കുന്നത്. ഇവിടെ താൻ പറഞ്ഞ പോലെ
ഇടയ്ക്ക് അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എവിടോട്ടെങ്കിലും ഒക്കെ ബിസിനസ് ടൂർ എന്ന് പറഞ്ഞു പോകണം. എന്നിട്ട് ദീപയെ കൂടെ കൂട്ടണം. അല്ലെങ്കിൽ ദീപയുടെ വീട്ടിൽ പോയി താമസിക്കണം. 4-5 ദിവസമെങ്കിൽ 4-5 ദിവസം, അത്രയും മതി അയാൾക്ക്. ഇനി നിൽക്കുന്ന ദീപയുടെ വീട്ടിലാണെങ്കിലും ഇപ്പൊ തന്നെ ദീപയുടെ പേരിൽ ഞാനൊരു ഫിക്സഡ് ഇട്ടിട്ടുണ്ട്. അതിന്റെ പലിശ എടുത്താലും ദീപയ്ക്ക് ലാവിഷായിട്ട് കഴിയാം. എങ്കിലും അതല്ലല്ലോ, ഒന്നിച്ച് കഴിയേണ്ടവർ അടുത്തടുത്ത് ഉണ്ടായിട്ടും ആഗ്രഹിക്കുന്ന സമയത്തൊന്ന് കാണാൻ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പറ്റാത്തത് വല്ലാത്തൊരു ഗതികേട് തന്നെ. അമ്മ വന്നിട്ട് ഇവിടെ നല്ലൊരു സീൻ ഉണ്ടാക്കിയിട്ട് പോയാ മതിയായിരുന്നു. ഇത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റാ മോളെ. അവള് പോയാലും പിന്നാലെ ഓടും നമ്മുടെ ഏട്ടൻ. അതിനെന്തെങ്കിലും തടയിടണമല്ലോ. അമ്മയ്ക്കിതൊക്കെ അറിയാം മോളെ. അതുകൊണ്ട് മിക്കവാറും ഏട്ടൻ ഇവിടെ തളച്ചിടും. ആഹാ, ഏട്ടനെ തളച്ചിട്ട് കഴിഞ്ഞാ നിന്റെയൊക്കെ കാര്യം പിന്നെ ആര് നോക്കുവടി? എനിക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ട് നിനക്കൊക്കെ മേക്കപ്പ് സാധനം മേടിക്കാൻ പോലും തികയില്ല. ഓ, വന്നു അടുത്ത വേഷം. പാവപ്പെട്ട ഒരു കൊച്ചാ നീയൊക്കെ കാരണം ഇവിടുന്ന് പോകാൻ പോകുന്നത്. അവള് പോകുന്നെങ്കിലേ അത് സന്തോഷത്തോടെയാ പോകുന്നത്. അവളുടെ വീട്ടിന്റെ അടുത്താ ഏട്ടന്റെ ഷോറൂം. അപ്പൊ ഭാര്യയ്ക്കും ഭർത്താവിനും എപ്പോ വേണമെങ്കിലും കാണാലോ. അങ്ങനെ കാണാതിരിക്കാനുള്ള തെറ്റൊന്നും ദീപമോള് ചെയ്തിട്ടില്ല. പിന്നെ ഭാര്യ ഭർത്താവിന് അവൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സ്നേഹം കൊടുത്താൽ ഏതൊരാണും അവന്റെ ഭാര്യയെ എവിടെ ഉണ്ടോ അവിടെ പാഞ്ഞെത്തും. എന്ത് റിസ്ക് എടുത്തും അവളെ കാണും. ഇവിടെ അത് നടക്കില്ല. ഏട്ടൻ അവളെ കാണാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതിനെന്തിനാ നിങ്ങളുടെ സമ്മതം? കാണേണ്ട സമയത്ത് ജയൻ ദീപമോളെ പോയി കണ്ടിരിക്കും. നാളെ അമ്മ വരുമ്പോഴും അച്ഛൻ ഇതുപോലെയൊക്കെ തന്നെ സംസാരിക്കണം. അമ്മയ്ക്ക് വരട്ടെ. ഇവിടെ നടന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും ദിവസം ഇവിടെ കള്ളും കുടിച്ച് കിടന്ന് കൂത്താടുമായിരുന്നു. അമ്മ ജയിലിൽ പോയ ദിവസം മുതല് അച്ഛൻ ആഘോഷിക്കുമായിരുന്നു. എടി, നിന്റെ അമ്മ വന്നാ പിന്നെ എനിക്ക് ഈ വീട് ഒരു ജയിലാ. അപ്പോ അവള് വരുന്നവരെങ്കിലും എനിക്കൊന്ന് സന്തോഷിക്കണ്ടേ? പിന്നെ നീയൊക്കെ എന്തു പറഞ്ഞു കൊടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. ദീപമോള് പടിയിറങ്ങി പോകുന്നതോടെ ഈ വീടിന്റെ ഐശ്വര്യം മുഴുവൻ പോകുമെന്ന എന്റെ വിശ്വാസം. അവൾ ഇന്നലെ വന്നവളല്ലേ? അതിനുശേഷമാണോ ഈ വീടിന് ഐശ്വര്യം ഉണ്ടായത്? അയലത്തുകാരൊക്കെ കണ്ടു മൊബൈലിലൂടെ പ്രചരിച്ച അവളുടെ ഫോട്ടോസ്. ഓ, നീയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്ത് കാണും. ദീപമോൾ ഒരു കാര്യത്തിനും പുറത്തിറങ്ങരുത്. അവള് പുറത്തോട്ട് പോകുമ്പോ ആൾക്കാർ കളിയാക്കണം, കാർക്കിച്ച് തുപ്പണം. അതിനൊക്കെ വേണ്ടിട്ട് നീയൊക്കെ എന്ത് നാണം കെട്ട പ്രവൃത്തിയും ചെയ്യും. നാളെ തൊട്ട് ആ സാധനത്തിനെ കണി കാണണ്ടല്ലോ. അതൊരാശ്വാസം തന്നെയാ. അങ്ങനെ നീയൊന്നും ആശ്വസിക്കണ്ട. സത്യമുള്ള പെൺകുട്ടിയാ ദീപമോള്. അതുകൊണ്ട് ആ കുട്ടി കരഞ്ഞോണ്ട് ഈ വീടിന്റെ പടിയിറങ്ങിയാൽ അതിന്റെ ഫലം നീയൊക്കെ അനുഭവിക്കോടി. ആണുങ്ങളെ വശത്താക്കാൻ അവക്ക് പ്രത്യേകം മിടുക്കുണ്ടെന്ന് പറഞ്ഞത് ശരിയാ ചാരു. ദേ കണ്ടില്ലേ, ഇവിടെ ഒരാളും അവളുടെ ആരാധകനായിട്ട് മാറി. ആരാധിക്കോടി, ആരാധിക്കും. അതിരാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് അടുക്കളയിൽ കയറുന്ന പെൺകുട്ടികൾ ഈ കാലത്ത് കുറവാ. അത്തരക്കാരെ കാണാൻ പോലും പ്രയാസമാ. നിങ്ങൾ അങ്ങനെയുള്ളവരെ കണ്ടാൽ അവരെ പൂവിട്ട് പൂജിക്കണം, ബഹുമാനിക്കണം. നിനക്കൊന്നും ദീപമോളുടെ 7 അയലത്ത് വരാനുള്ള യോഗ്യത ഇല്ല. ഇന്നിനി എന്തായാലും നീ അങ്ങോട്ട് പോകണ്ട. ഇന്നല്ല, ഇനി അങ്ങോട്ട് പോകാനേ എനിക്ക് തോന്നുന്നില്ല. നാളെ മുതൽ ഒരുത്തിയും കൂടെ വരികയല്ലേ. അല്ലെങ്കിൽ തന്നെ സൗകര്യമില്ലാത്ത വീടാ. മുറികളൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊന്നും പറയത്തക്ക വൃത്തിയും വെടുപ്പുമില്ല. മോനെ, ഈ വീടും കാറും ഒക്കെ ഒന്ന് നമ്മൾ കളഞ്ഞാൽ അതിനേക്കാളും മെച്ചപ്പെട്ടത് വേണം വീണ്ടും വാങ്ങാൻ. അല്ലെങ്കിൽ ജീവിതം താഴോട്ട് പോകുന്നെന്ന അതിന്റെ അർത്ഥം. അതുകൊണ്ടാ തരക്കേടില്ലാത്തൊരു വീട് ഞാനങ്ങ് എടുത്തത്. അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഇത്രയും വലിയ വീടിന്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ആരോട് പറയാനാച്ചാ? അമ്മ എല്ലാവരുടെ മുമ്പില് തല ഉയർത്തിപ്പിടിച്ച് നിന്ന് സംസാരിക്കാറുണ്ടല്ലോ. അച്ഛനെ കോടതിയിൽ വരെ തോൽപ്പിച്ചാണല്ലോ. എന്നിട്ട് മരുമോൻ വരുമ്പോ ഒരക്ഷരം അമ്മ എതിർത്ത് സംസാരിക്കാറില്ല. അവന്റെ കാരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാ വേണ്ടത്. എടാ, അവന്റെ അമ്മയ്ക്ക് സത്യങ്ങളൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ അവനറിയാലോ. പെണ്ണ് കാണുന്നതിന് മുമ്പ് തന്നെ ആ ഇക്ബാൽ അവനോടെല്ലാം പറഞ്ഞതല്ലേ. അതിനുശേഷം എല്ലാവരും സംസാരിച്ചു. എന്നിട്ടാണ് അവനിപ്പോ ഈ തരികട പരിപാടി കാണിക്കണേ. നാളെ അവൻ അവളവിടെ കൊണ്ടിരുന്നുള്ള ഉറപ്പാണോ? അതേതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ രക്ഷയൊന്നുമില്ല. ഞാൻ എന്തായാലും വിളിക്കട്ടെ.
അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ചോദിക്കാനും പറയാൻ ആളുടെ നമ്മൾ മനസ്സിലാക്കട്ടെ. അന്നും ഇന്നും ലാലേട്ടനോടുള്ള ഇഷ്ടം ഒട്ടും ചോർന്നു പോയിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും കൂടിയിട്ടേ ഉള്ളൂ. ആഹാരമൊക്കെ കഴിച്ച് കിടക്കാൻ പോയതിന് ഹേമ എന്തൊക്കെ പറയുന്ന കേട്ടല്ലോ. ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. ഇന്നെനിക്ക് അതൊന്നും കേൾക്കാനുള്ള ക്ഷമയുമില്ല. എന്തായാലും താൻ പോകാൻ തീരുമാനിച്ചു. ഇനി തിരിച്ചു പ്രതികരിച്ചാൽ എന്താ? വഴക്കിനൊന്നും ഞാനില്ലല്ലോ ലാലേട്ടാ. അതുകൊണ്ട് നമ്മുടെ സമയവും ആരോഗ്യം പോകുന്നല്ലാതെ മറ്റു പ്രയോജനമൊന്നുമില്ല. അമ്മ എന്തായാലും ബന്ധം പിരിയാൻ പറയും. അത് കഴിഞ്ഞ് ചിലപ്പോ വേറൊരു കല്യാണം കഴിക്കാനും അമ്മ നിർബന്ധിച്ച് പറഞ്ഞ അതിനുവേണ്ടി ഒരുപാട് വാശി പിടിച്ച ലാലേട്ടൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. സ്വന്തം ആവശ്യം നടക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ പോലും മടിയില്ലാത്ത സ്വഭാവ ലാലേട്ടന്റെ അമ്മയ്ക്ക്. അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യും? അവിടെ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം കൂടെ അങ്ങ് എടുക്കും. അമ്മയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടോ? മക്കളായാലും ഒരുപാട് അങ്ങ് ക്ഷമിക്കാൻ പറ്റില്ല ദീപേ. തന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ ഭാഗം ശരിയാണെന്ന് പറയായിരുന്നു. അല്ലാത്ത പക്ഷം അമ്മ കാണിക്കുന്നതൊക്കെ തനി വട്ടല്ലേ. എത്രയെന്ന് കരുതി സഹിക്കാൻ പറ്റും? ഞാനീ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാ അമ്മ ഒരിക്കലും അറിയാൻ പാടില്ല നമ്മളെ തമ്മിൽ സംസാരിക്കുന്നതും കാണുന്നതും ഒക്കെ. എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാ ലാലേട്ടൻ അമ്മ തല്ലെന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ ദീപയുടെ കല്യാണം കഴിഞ്ഞതോടെ ഞാൻ എന്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതും മക്കളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതിയാ മതി. എന്നെയിപ്പോ ദീപയുടെ പ്രശ്നങ്ങൾ അലട്ടുന്ന പോലെ ദിലീപും നിങ്ങളുടെ അച്ഛനും തമ്മിലുള്ള അടുപ്പം വല്ലാതെ നോവിക്കുന്നുണ്ട്. അവനിൽ നിന്ന് ഇങ്ങനൊരു മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാം മനസ്സിലാക്കുന്ന അമ്മയ്ക്ക് അവിടെയാ തെറ്റിപ്പോയത്. ഞാൻ എത്രയോ തവണ അമ്മയോട് പറഞ്ഞു ദിലീപേട്ടന് നല്ല മാറ്റം ഉണ്ടെന്ന്. ഓരോ അവധിക്ക് വരുമ്പോഴും അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴൊക്കെ ഡോക്ടർ ആവാൻ പോകുന്ന മോനെ അമ്മ സംശയത്തോടെ നോക്കിയില്ല. അതെ, നല്ല മാർക്കോടെയാണല്ലോ അവന് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയത്. പിന്നെ എന്റെ മൂത്ത കുഞ്ഞല്ലേ. ആദ്യമായി ജനിച്ച കുഞ്ഞുങ്ങളെ അച്ഛനമ്മമാർ കൂടുതൽ ആളിക്കൂലോ. അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്താലും ഞാൻ സ്നേഹത്തോടെ ശാസിക്കല്ലാതെ അവനെ വേദനിപ്പിച്ചിട്ടില്ല. എപ്പോഴും അങ്ങനെ തന്നെയാ. പക്ഷെ അമ്മ ലാളിച്ചിരുന്ന പഴയ കുട്ടിയല്ല ചേട്ടനിപ്പോ. അതെ, അത് ഞാനിപ്പോ മനസ്സിലാക്കി വരിക മോളെ. ആ ലാലേട്ടന്റെ ഒക്കെ മുഖത്ത് നോക്കി എന്തൊക്കെയാ ചേട്ടൻ സംസാരിക്കുന്നത്? അപ്പൊ പോലും അമ്മ പറയേണ്ടതൊന്നും പറയുന്നില്ല, വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല. ജയലാലിന്റെ അമ്മ വരുമ്പോ ദീപമോൾ ഇവിടെ തന്നെ വന്ന് നിൽക്കണമെന്നാ അമ്മയുടെ ആഗ്രഹം. അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുന്നതും. കാര്യത്തോടടുക്കുമ്പോ എന്തോ ഒരു വിഷമം പോലെ. ദിലീപ് 101 പവന്റെ കാര്യം പറഞ്ഞു. ആ 101 പവൻ വന്ന വഴി അവൻ അറിയില്ല. ലോകത്തിലെ ഒരു പയ്യന്മാരും ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ വേണ്ടി ഇത്രയ്ക്കൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാ മോളെ അമ്മയ്ക്ക് ഇത്രയും വിഷമം. ആ വിഷമം എനിക്കും ചേച്ചിക്കും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാ എന്റെ ആങ്ങളേക്കാൾ മുമ്പേ ഓടിയെത്തുന്നത് ലാലേട്ടനായിരിക്കും. അത്രയ്ക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട് ലാലേട്ടന്. നാളെ ഇനി ജയിലിൽ നിന്ന് വരുന്നവര് എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ല. ബന്ധം പിരിയണമെന്ന് അമ്മ പറഞ്ഞ ലാലേട്ടൻ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്നും അറിയില്ല. അതാ എന്റെയും സങ്കടം. ഇതുപോലൊരു മരുമകനെ മകൾക്ക് നഷ്ടപ്പെടുന്നത് ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല മോളെ.
അച്ഛനോടൊപ്പം ജീവിച്ച് മതിയായിട്ടില്ല. പക്ഷെ പോകാതെ നിവൃത്തിയില്ല. എന്നാ ഞാൻ പറയുന്നു പ്രേമേട്ടന് ഇവിടുന്ന് പോണം. അവളെ സ്നേഹിക്കുന്ന ആരും ഇവിടെ വേണ്ട. ബന്ധം ഒഴിയണമെങ്കിൽ അതും ഒഴിയാ. അല്ല ഞാൻ ദേ നോക്ക്, കുറച്ച് ദിവസം വരെ ഞങ്ങൾ ഇത് സഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ തരാം. എവിടെന്നെങ്കിലും കുറച്ച് ഗുണ്ടകളെ വെച്ച് അവന്മാരെ തല്ലിക്ക്. അങ്ങനെ തല്ലിയ ഒതുങ്ങുന്ന ഗുണ്ടകളായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഗുണ്ടകളെ വെച്ചാന്. ഇങ്ങനെ പേടിത്തൊണ്ടനായിട്ട് ജീവിക്കാതെ പോയി ചത്തൂടെ? അല്ല, ചാവാനും വേണ്ട ഒരു ധൈര്യമൊക്കെ. അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ ഇയാൾ എന്നെ അനുവദിക്കില്ല. ശരി ശരി, ഞാനൊന്നും പറയുന്നില്ല. ഇനി ആർക്കും പരാതിയില്ലല്ലോ. ദീപ ഇവിടുന്ന് പോവുക. അമ്മ വരുന്നോണ്ട് പോകുന്നു പറ, ഇല്ലെങ്കിൽ പോവോ? അവിടെ ചെല്ലുമ്പോ എന്തിനും പോകുന്ന ഒരുത്തിയുണ്ടല്ലോ, നിന്നെയൊക്കെ പ്രസവിച്ച ഒരുത്തി. അവര് തിരികെ പോവാൻ പറഞ്ഞാലും ഇങ്ങോട്ട് പോന്നേക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ ജയിലിൽ പറഞ്ഞുവിടാൻ വയ്യ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ ഇനി വരില്ല അവിടേക്ക്, ആര് പറഞ്ഞാലും. ആരും അറിയാതെ ബന്ധം തുടരാന്നായിരിക്കും രണ്ടുപേരുടെയും വിചാരം. അത് നടക്കില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതിനെപ്പറ്റി കൂടുതൽ സംസാരമൊന്നും വേണ്ട. മോളെ സങ്കടപ്പെടണ്ട മോളെ. ഇവിടെ ജയലാലിനെ ധർമ്മസങ്കടത്തിലാക്കാതെ ഇങ്ങനൊരു തീരുമാനം എടുത്തത് നന്നായിന്ന് തന്നെ കരുതേണ്ടത്. മക്കളെ മാത്രം സ്നേഹിക്കുന്ന ഒരു അമ്മയാ ഞങ്ങളുടെ അമ്മ. ഓർമ്മയായ നാൾ മുതൽ അച്ഛനെ അടക്കി ഭരിക്കുന്ന അമ്മയാ കണ്ടിട്ടുള്ളത്. അമ്മയുടെ വാശിക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് തന്നെയാണ് കരുതിയത്. അതിനിടയ്ക്കാണ് ഇപ്പാൽ ഡോക്ടർ വഴി ദീപയെ കണ്ടുമുട്ടിയതും അത് പിന്നെ വിവാഹത്തിൽ കലാശിച്ചതും. സത്യം പറയാലോ, അതിനുശേഷമാണ് എനിക്ക് ജീവിക്കണമെന്ന് പോലും തോന്നിയത്. അമ്മ ജയിലിലേക്ക് പോയപ്പോ വല്ലാത്ത വേദനയായിരുന്നു എനിക്കും ഏട്ടനും ഒക്കെ. എന്നാൽ അതിനേക്കാളും ചങ്ക് പൊട്ടുന്ന വേദന ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അളിയ തള്ളിയത് മതി. അത്രയ്ക്ക് ചങ്ക് പൊട്ടുന്നുണ്ടെങ്കിൽ അളിയന്റെ ചേട്ടൻ കാണിച്ച ധൈര്യം അളിയനും കാണിച്ചാനെ. ജയലാൽ ഇവിടെ വന്നപ്പോഴൊക്കെ നീ ജയലാലിനെ അപമാനിച്ച് വിട്ടിട്ടുള്ളത്. നിന്റെ അച്ഛനെ പോലത്തെ ഒരാളല്ല ജയലാൽ. അത് ജയലാലിനൊപ്പം കഴിഞ്ഞ എന്റെ മോൾക്കറിയാം. ഇവിടെ അച്ഛൻ പറയുന്നത് കുറെയൊക്കെ ശരിയാ. ഇവക്ക് ആവശ്യത്തിലധികം സ്നേഹം കൊടുത്തു അളിയൻ. അതുകൊണ്ടിപ്പോ എന്തായി? എല്ലാവരും അളിയന്റെ സെന്റിമെന്റ്സിനൊപ്പം നിൽക്കുക. അതുകൊണ്ട് കുടുംബ കോടതിയില്ല, കേസുമില്ല, വഴക്കുമില്ല. അളിയൻ നൈസായിട്ട് അങ്ങ് രക്ഷപ്പെട്ടു. ഞാനിവിടെ പ്രതിയെ പോലെ നിൽക്കുക. അതുകൊണ്ട് ദിലീപിന് എന്നെ എന്ത് വേണമെങ്കിലും പറയാം. അതൊക്കെ കേൾക്കാന്നല്ലാതെ മറുത്തൊരക്ഷരം പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ജീവിതത്തിൽ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളത് എന്റെ ഏട്ടനും അച്ഛനോ. അമ്മയുടെ സ്നേഹം ഒരു പിടിച്ചടക്കലായിരുന്നു.
സ്വാർത്ഥത ഒരുപാടുള്ള അമ്മമാർക്ക് മക്കളെ വേണം. എന്നാ മരുമക്കളെ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റില്ല. അവരെന്നും അമ്മമാരുടെ ശത്രുക്കളായിരിക്കും. എന്റെ വീടും അങ്ങനെ ഒരു വീടാ. എങ്കിലും പറയാനുള്ള ഞാൻ എവിടെയായാലും പറയും. ഇയാൾ തന്ന സ്നേഹത്തിന്, പരിചരണത്തിന് അതേ അളവിലും തൂക്കത്തിലും സ്നേഹവും സംരക്ഷണവും തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ കുറ്റബോധത്തോടെ ഞാൻ ജയിലിലേക്ക് പോകുന്നത് അമ്മയെ വിളിക്കാൻ. അമ്മയ്ക്ക് കൊടുക്കേണ്ടത് അമ്മയ്ക്ക് കൊടുത്തോ. എന്നാ അമ്മ ജയിലിൽ നിന്ന് വന്നു കഴിയുമ്പോ എനിക്കെന്റെ ഭാര്യയെ വേണമെന്ന് തന്റെ ഇടത്തോടു കൂടി അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അതിനുള്ള തന്റെ ഇടം നിങ്ങൾക്കുണ്ടോ? നിർത്ത. ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്റെ മുകളിലൊരു വർത്താനം വേണ്ടെന്ന് ഒരുപാട് തവണ നിന്നോട് ഞാൻ പറഞ്ഞതാ. അയാള് വലിയ ഡോക്ടറല്ലേ, പിന്നെ അമ്മ പറയുന്നത് കേൾക്കുന്നത് കുറച്ചിലാണല്ലോ. അളിയ, ലോകത്തുള്ളവരെ മുഴുവൻ നന്നാക്കാൻ നടക്കുന്ന ഒരു അമ്മയും അനിയത്തിയാ ഇവിടെ ഉള്ളത്. എന്നാ അവരെ പോലും അളിയൻ പാട്ടിലാക്കി. അമ്മേ, അമ്മയെ പുറത്തുകൊണ്ട് വരത്തില്ലെന്നായിരുന്നു ഇവള് കുറച്ചു ദിവസം മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നു. ദേ, ഇപ്പൊ അമ്മ മുമ്പിലെത്തിയല്ലോ. ഇനി ആ പറച്ചിലങ്ങ് നിർത്താലോ. അമ്മ വരുന്നതിന് മുമ്പ് ഒരുത്തി അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടു. ഇനിയിപ്പോ ഇടയ്ക്കും മുറയ്ക്കും അവിടെ പോയി കാണാമല്ലോ. അമ്മ വന്നാൽ എന്തായാലും അവളെ അടിച്ചിറക്കുന്ന ഏട്ടനറിയാം. അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന രീതിയിലാ അവളെ കൊണ്ടുപോയി വിട്ടത്. അമ്മ ഇനി അയാളെ ഇവിടെ താമസിപ്പിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? അമ്മയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ടും ഒന്നിനും വ്യക്തമായൊരു മറുപടി അമ്മ പറഞ്ഞിട്ടില്ല. പറയാ അമ്മേ, ഞാൻ പ്രാർത്ഥനയോടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അമ്മയെ കാണാൻ പറ്റണേന്ന് ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും പറയണ്ട അമ്മേ. അമ്മ നിലത്തും താഴത്തും വെക്കാതെ കൊണ്ടു നടന്ന ഈ ചാരുമോളുടെ കവളത്ത് ദേ ഈ നിൽക്കുന്ന അമ്മയുടെ പുന്നാര മോൻ 5 വിരളാ പതിപ്പിച്ചത്. ഇവന്റെ വിരല് മോളുടെ കവിളില് പതിഞ്ഞത് ഞാൻ കണ്ടല്ലോ. അത് മോള് തന്നെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചല്ലോ. എന്നിട്ട് അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ അതേപ്പറ്റി ഏട്ടനോട് ചോദിച്ചോ? അമ്മ ഏട്ടനിട്ടൊരു തല്ലെങ്കിലും കൊടുത്തോ? ഞാൻ ആരെയും തല്ലാനല്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അവൻ അമ്മായിയും വരട്ടിയോ? ഇനി എനിക്ക് ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും വയ്യ. ജയിലിലേക്ക് പോകാനും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇവൻ വാക്ക് പാലിച്ചു. നല്ലൊരു വക്കീലിനെ വെച്ച് എന്നെ പുറത്തു കൊണ്ടുവന്നു. അതിന്റെ നന്ദി ഇവന്റെ കവിളിൽ തല്ലിയല്ല കാട്ടേണ്ടത്. അതുകൊണ്ടാ ഇവന്റെ കവിളിൽ എന്റെ കൈയുടെ പാട് കാണാത്തത്. എന്നാലും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എല്ലാവരും മാറുമല്ലേ, പിന്നെ ഞാൻ മാത്രം എന്തിനാ മാറാതിരിക്കുന്നത്? അമ്മായി എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാ സംസാരിക്കുന്നത്. അതെന്താണെന്ന് അമ്മായിക്ക് മാത്രമേ അറിയാവൂ. അതെന്താണെന്ന് നീയൊക്കെ ഉടനെ അറിഞ്ഞോളൂ. അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവം പിടികിട്ടുന്നില്ലല്ലോ മോളെ. എന്നെ തല്ലിയ അവൾക്കൊപ്പം നിന്ന് അപമാനിച്ച ജയേട്ടനെ അമ്മ സ്നേഹിച്ച അമ്മയും ഞാനും തമ്മിലായിരിക്കും പിന്നെ അകലാൻ പോകുന്നത്. അമ്മയുടെ ഈ മാറ്റം എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.